നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ വോട്ട് ചോദിക്കാൻ മാത്രമാണ് നമ്മളുടെ അടുക്കൽ വന്നത്, പിന്നീട് അവരെ കണ്ടിട്ടേയില്ല. എന്നാൽ ചിലർ ജനങ്ങൾക്കൊപ്പം നിന്ന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുമുണ്ട്. അത്തരത്തിൽ മികച്ച ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ആയുഷ്മാൻ ഭാരത് എന്ന ഇൻഷുറൻസ് ചികിത്സാ പദ്ധതി. സൗജന്യമായിട്ട് ഇതിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 70 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഇതിൽ അംഗങ്ങളാകുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ 70 വയസ്സ് കഴിഞ്ഞ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഈ പദ്ധതിയിൽ ഇന്ന് പേര് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. എവിടെയാണെന്നറിയാമോ? കവിയൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ. ഇത് ചെയ്യിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പറായ KR വിനോദാണ്. എത്ര ദിവസത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനം ഈ ഒരു നല്ല പ്രവൃത്തിക്ക് പിന്നിലുണ്ടെന്നറിയാമോ? ആ വാർഡിലെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും തേടിപ്പിടിച്ച് ഇന്ന് തോട്ടഭാഗം NSS കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ച് സൗജന്യമായി പേര് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അതിനുള്ള വോളണ്ടിയേഴ്സിനെയും അദ്ദേഹം സജ്ജമാക്കി. ഇത്തരത്തിലുള്ള മികച്ച മാതൃകകൾ പിന്തുടരുന്ന മെമ്പർമാരെയും പ്രസിഡന്റിനെയും ഒക്കെയാണ് നമുക്ക് ആവശ്യം. ഇന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ കാണിക്കുന്നതാണ്. അവിടുന്ന് ഇറങ്ങിയ പ്രായമായ ഒരു പിതാവ് എന്തെങ്കിലും പ്രതികരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇത്രമാത്രം: ഇവരൊക്കെ തന്നെ ഇനിയും ജയിച്ചു വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. തീർച്ചയായിട്ടും കവിയൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പർ KR വിനോദിന് അഭിമാനിക്കാം. ഒപ്പം പഞ്ചായത്തിന്, ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാറിന് അഭിമാനിക്കാം. ഇന്ന് നടന്ന പരിപാടിയുടെ കാഴ്ചകളിലേക്ക്. പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി 70 വയസ്സുകാർക്കും 70 വയസ്സിലും 70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും ഇപ്പം ആക്കിയിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വാർഡിലെ 70 വയസ്സ് കഴിഞ്ഞ് ഏതാണ്ട് 76 പേരാണ് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ. എന്നിട്ട് ഈ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളെയും, എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകളെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഇതിന് ലക്ഷ്യമാക്കുന്നത്. തീർച്ചയായിട്ടും അതിന് വലിയ നല്ലൊരു പ്രതികരണമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മുഴുവൻ ആളുകളിലും, ഈ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളിലും എത്തിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, നമ്മൾ ആളുകളിലേക്ക് ഈ 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിൽ പല ആളുകൾക്കും ഒരു സ്ഥലത്ത് ചെന്ന് ചെയ്യാനായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട്. പല ആളുകളും വീട്ടിന് വെളിയിലോട്ട് പോകാനുള്ള വയ്യാത്ത ഒരു അവസ്ഥയിലൊക്കെയാണ്. അന്നേരം അവരെ നമ്മൾ തന്നെ മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് ഇപ്പോൾ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മാറിക്കഴിയുമ്പോൾ അവരുടെ വീടുകളിൽ എത്തി അത് ചെയ്തു കൊടുക്കേണ്ട ഒരു പദ്ധതി കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതൊരു വാർഡിൻ്റെ വികസന സമിതിയാണ് ഇത് നടത്തുന്നത്. ആ വികസന സമിതിയുടെ കൂട്ടായ്മയാണ് ഇങ്ങനെയുള്ള ഈ പരിപാടി എനിക്ക് സംഘടിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. കവിയൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗജന്യ രജിസ്ട്രേഷൻ ക്യാമ്പാണ് ഇന്ന് നടത്തപ്പെട്ടത്. ഇന്ന് രാവിലെ 9 മണിക്ക് തോട്ടഭാഗം NSS കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ക്യാമ്പ് ആരംഭിച്ചു. സെറിഫെഡ് ചെയർമാൻ വിക്ടർ ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള നിരവധി പേരാണ് പദ്ധതിയുടെ ഭാഗമാകാൻ എത്തിയത്. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും രജിസ്റ്റർ ചെയ്യിക്കുന്നതിനും വോളണ്ടിയേഴ്സും സജ്ജമായിരുന്നു. പ്രധാനമന്ത്രി
അനുവദിച്ചു തന്നു. അത് ഏറ്റവും നല്ല കാര്യം. ഗവൺമെൻറ് 1000 നന്ദി പറയുന്നു. അതുപോലെ അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ വിനോദിനോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും അതിന് കൂടുതൽ അവർക്കും അതിൻ്റെതായ രീതിയിൽ എൻ്റെ പൂർണ്ണ സന്തോഷത്തോടെ അവർക്കും നന്ദി പറയുന്നു. അവർ ചെയ്ത ഉപകാരങ്ങൾക്ക് 1000 നന്ദി. പിന്നെ നമ്മുടെ ഗവൺമെൻറ് വീണ്ടും കയറി വരട്ടെ, അടുത്ത പ്രാവശ്യം അവർ ഭരിക്കട്ടെ എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.